ഏജൻസി ട്രാൻസാക്ഷനാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഏജൻസി ട്രാൻസാക്ഷൻ്റെ അകത്ത് നമുക്ക് സർവീസ് ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ KSEB ബിൽ പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ KSEB ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. അതിൻ്റെ സർവീസ് പ്രൊവൈഡർ KSEB തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സർവീസ് കോസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 രൂപ എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന കമ്മീഷൻ 50 റുപ്പീസാണ് വെച്ചത്. അപ്പോൾ 1050 രൂപ ടോട്ടലായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 1050 രൂപയിൽ 1050 രൂപ ആ പാർട്ടി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 500 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 550 രൂപ ബാലൻസ് ആയിട്ട് കാണും. അപ്പോൾ അത് സേവ് ആണ്. പാസ്പോർട്ട് അപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ചൈൽഡ് പാസ്പോർട്ടിന് പാസ്പോർട്ട് അതോറിറ്റിയാണ് അതിൻ്റെ സർവീസ് പ്രൊവൈഡർ. നമ്മൾ 1200 ആണ് അതിൻ്റെ സർവീസ് ചാർജ് എങ്കിൽ നിങ്ങൾ വാങ്ങുന്ന കമ്മീഷൻ അതിൽ 300 രൂപ. അപ്പോൾ അത് രണ്ടും ചേർത്ത് 1500 രൂപയായി. അപ്പോൾ പാർട്ടി 1500 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 0 ആവും. അത് ക്യാഷ് ആവാം, ക്രെഡിറ്റ് ആവാം, ബാങ്ക് ആവാം. നമ്മളത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വേണം ചോദിക്കുന്നത്, വേണ്ടെന്ന് നോക്കും. അടുത്തത് പാൻ കാർഡ് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരേ കാറ്റഗറി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാൻ കാർഡ് അപ്ലിക്കേഷൻ്റെ അകത്ത് അതിൻ്റെ ആരാണ് UTI ആണ് അതിൻ്റെ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ അതിന് നമ്മൾ 97 ആണ് സർവീസ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണലായിട്ട് അതിന് ഒരു 103 രൂപ കമ്മീഷൻ ചെയ്താൽ ടോട്ടൽ നിങ്ങൾക്ക് 200 റുപ്പീസ് പാർട്ടിയുടെ അടുത്ത് വാങ്ങിക്കാം. അപ്പോൾ അത് ബാലൻസ് 0 ആയിട്ട് കാണിക്കും. പിന്നെ അത് സേവ് ചെയ്യുന്നു, ഓക്കെ ഉള്ളൂ. ഏജൻസി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ സർവീസ് ടൈപ്പ് വെച്ച് സെർച്ച് ചെയ്യാം, പല രീതിയിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അതിന് ഡേറ്റ് വൈസ് സെർച്ച് ചെയ്യാം. നമ്മളിപ്പോൾ അതെല്ലാം ഓളൊന്ന് കൊടുത്തിട്ട് റിട്രൈവ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് നടന്ന എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര കമ്മീഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എത്ര ആണ് സർവീസ് കോസ്റ്റ്, എത്രയാണ് അതിൻ്റെ സെയിൽ വാല്യൂ, എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരാൾ 550 രൂപ അതിൽ ബാലൻസ് വെച്ചിട്ടുണ്ട്. അതായത് 550 ആയിരുന്നു എമൗണ്ട്, അതിനകത്ത് 500 ആയിരുന്നു തന്നിട്ടുള്ളൂ. 1050 ആയിരുന്നു എമൗണ്ട്, 500 തന്നിട്ടുള്ളൂ. 550 അതിനകത്ത് ബാലൻസ് എടുക്കണം. നമ്മൾ തിരിച്ച് തന്നിട്ട് ഈ ഏജൻസി സർവീസ് സബ് ടൈപ്പ് എടുത്തിട്ട് ട്രാൻസാക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു പർട്ടിക്കുലർ ബില്ല് എടുത്ത് ഈ 500 രൂപ പെയ്ഡ് എമൗണ്ടിന് പകരം 1050 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അത് സേവ് ചെയ്താൽ നമ്മൾ വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം കംപ്ലീറ്റ് എമൗണ്ട് പെയ്ഡ് ആണ്. നിങ്ങളെ വരുമാനം കമ്മീഷൻ 453, ബാലൻസ് തീരെയില്ല, കാരണം എല്ലാം പാർട്ടി ഫുള്ളായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയല്ലേ? കണക്കെല്ലാം കറക്റ്റാണ്. കംപ്ലീറ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഈ പൈസ, അതായത് ആരാണ് സർവീസ് പ്രൊവൈഡർ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ UTI അക്കൗണ്ടിലാണ് നിങ്ങൾ ഒരു സർവീസ് ചെയ്തെങ്കിൽ ആ UTIക്ക് ആ പൈസ 97 റുപ്പീസ് നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള പൈസയാണ്. എന്നെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ടാലി ആവുള്ളൂ. അപ്പം നമ്മളതിൽ ഈ 97 വരവ് വെച്ച് സേവ് ചെയ്യാം. അപ്പോൾ അതോടെ അക്കൗണ്ട് ടാലി ആവും. ഇനി ഒരു മെയിൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിയാൽ അന്നത്തെ സമ്മറി നമുക്ക് കിട്ടും. അപ്പോൾ ആ സമ്മറിയിൽ ഈ 97 പെയ്ഡ് ആയിട്ട് കാണിക്കും. അത്രയും പൈസയാണ് തിരിച്ചത്. അത് മറ്റൊരു പർച്ചേസിൻ്റെയാണ്. ഈ 97 നമ്മൾ പൈസ കൊടുത്തതായിട്ട് കണക്ക് അതിൻ്റെ അകത്ത് കാണിക്കും.
നിങ്ങളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്, സാധാരണ പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് പർച്ചേസ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഒരു ജീവ ആയുർവേദിക് ക്ലിനിക്കിൽ നിന്നാണ് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, പ്രോഡക്റ്റ് കോഡ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ് പ്രൈസ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടാക്സബിൾ എമൗണ്ട്, ടാക്സ് പെർസെൻറ്റേജ്, ഓക്കെ. പിന്നെ അത് പേയ്മെൻറ്റ് മോഡ് എങ്ങനെയാണ്, ക്യാഷ് ആ ക്രെഡിറ്റ് ആണ്. പിന്നെ അവരുടെ റെഫറൻസ് നമ്പറാണ് ONL 2019-9018 എന്ന് കാണിക്കുന്ന അവരുടെ റെഫറൻസ് നമ്പറാണ്. ആ കമ്പനി തന്ന ഇൻവോയ്സിൻ്റെ റെഫറൻസ് നമ്പറാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ 966 നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട്. അതിൽ 883 ആണ് ടാക്സബിൾ എമൗണ്ട്, 103 ടാക്സ്, മൊത്തം 15 ഐറ്റംസ്. ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് പർച്ചേസിൻ്റെ അടുത്ത് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വേറെ ആർക്കെങ്കിലും സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഒരിക്കൽ കൂടെ ടാബ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതാണെന്നെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പ്രൈസ് ഇവിടെ കൊടുക്കാം. നിങ്ങൾ വിൽക്കുന്ന വില നിങ്ങൾക്ക് കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കൊടുക്കാം, 2 പിന്നെ അതിന് ടാക്സ് നമ്മളിപ്പം സെറ്റ് ചെയ്തിട്ടില്ല. ടാക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ പ്രൊഡക്റ്റിൻ്റെ. അതിനകത്ത് ഒരു 100 പാർട്ടി തന്നിരിക്കുന്നത്. അപ്പോൾ 140 ബാലൻസ് ആയിട്ട് കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിപ്പോർട്ടിലേക്ക് മാസ്റ്റർ ഡാറ്റയിൽ വന്നാൽ നമുക്ക് ഇതേപോലെ സർവീസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോക്ക്, കോസ്റ്റ് പ്രൈസ്, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസിൽ ആഡ് ചെയ്ത പ്രൈസാണ് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് മൊത്തം സ്റ്റോക്കാണ്. വീണ്ടും റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ടാക്സ് റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും, എത്രയാണ് ടാക്സ് നമ്മൾ പേ ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ചെയ്തതിന് കണക്കായിട്ട് ബാലൻസ് വരുന്ന ടാക്സ് ആണ് ഇത് വരുന്നത്. ഇത്രയും ടാക്സ് നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ടാക്സ് ഇൻവോയ്സ് ആയിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടാക്സ് നമുക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഈ മന്ത്ലി നമ്മൾ ടാക്സിൻ്റെ റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ടാക്സ് എമൗണ്ട് നമ്മുടെ പേരിൽ മൈനസ് ആയിട്ട് അവിടെ കിടക്കണം. നമ്മൾ ഓൾറെഡി പെയ്ഡാണ്. അപ്പം നമ്മളത് വിൽക്കുമ്പോൾ ഈ ടാക്സ് എമൗണ്ട് അതിൽ നിന്ന് കുറഞ്ഞു കിട്ടും. തീർച്ചയായും നമ്മൾ വിൽക്കുന്നപ്പോൾ ഈ ടാക്സ് കൂടുതലാണ് നമ്മൾ വിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വിൽക്കുമ്പോൾ വന്ന ടാക്സ് 250 രൂപയാണെങ്കിൽ ഈ 250-ന് 103 കഴിച്ചിട്ടുള്ള ബാക്കി പൈസ നമ്മൾ ഡെബിറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് വന്ന് കിടക്കും. പിന്നെ ഈ ബാലൻസ് എമൗണ്ട് ബാക്കി വരുന്ന ടാക്സ് അടച്ചാൽ മതി.